നല്ല പച്ച മാങ്ങ നല്ല എണ്ണയിൽ വാട്ടിയെടുത്തുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു കഷ്ണം മതി കേട്ടോ വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മളിന്ന് അച്ചാറുണ്ടാക്കാനായിട്ട് 5 കിലോ പച്ച മാങ്ങയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഈ മാങ്ങ ആദ്യം തന്നെ നല്ല വെള്ളത്തിൽ നന്നായിട്ട് 3-4 വട്ടം കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. എന്നിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് വെക്കാം. 5 മിനിറ്റ് ഈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കി നന്നായിട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഈ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് ഈ മാങ്ങ ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും വിനാഗിരിയൊക്കെ ഒഴിച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ നന്നായിട്ട് ഈ മാങ്ങ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമില്ലാതെ പാത്രം എല്ലാം തുടച്ച് നമ്മൾ വെള്ളമില്ലാതെ എടുക്കണം. എന്നിട്ട് മാങ്ങ നന്നായിട്ട് വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് തുടച്ച് ഓരോ മാങ്ങയും നമുക്ക് വീണ്ടും ഒരു അരിപ്പ പാത്രത്തിലോട്ട് തന്നെ മാറ്റി വയ്ക്കാം. നമ്മൾ ഏത് അച്ചാറും ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാതെ നമ്മൾ എടുത്താൽ നമ്മുടെ അച്ചാർ കേടുവരാതെയൊക്കെ ഇരുന്നോളും. ഇനി നമുക്ക് മാങ്ങ ഒന്ന് എങ്ങനെയാണ് നമ്മൾ മാങ്ങ ഇന്നത്തെ അച്ചാറിന് കട്ട് ചെയ്യുന്നതെന്ന് കാണാം. മാങ്ങയുടെ തൊലി നമ്മൾ കളയുന്നില്ല. തൊലിയുടെ പുറത്ത് എന്തെങ്കിലും കറുത്ത പാടോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം നമുക്കൊന്ന് മുറിച്ച് മാറ്റിക്കളയാം. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ മാങ്ങയുടെ തൊലി കളയേണ്ടതില്ല. നമ്മൾ മാങ്ങ 4 പൂളാക്കിയിട്ട് ഇങ്ങനെ പൂളി എടുക്കുന്നുണ്ട്. ആ 4 പൂള് മാത്രമാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ 1 ഇഞ്ച് കനത്തിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ഓരോ മാങ്ങയുടെ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1-1.5 ഇഞ്ച് വരെ നമുക്ക് കനത്തിൽ നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറുതാക്കിയല്ല അരിയാറ്. ഇപ്പോൾ നമ്മൾ ഈ അച്ചാറിന് ഇച്ചിരി വലുതാക്കിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഇതൊരു 1 ഇഞ്ച് കനം ഉണ്ടാകും. അപ്പോൾ ഈ 1 ഇഞ്ച് കനം ഏകദേശം വെച്ചിട്ട് നമുക്ക് മാങ്ങയെല്ലാം നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ആ മാങ്ങയെല്ലാം അരിഞ്ഞ് നമ്മൾ വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 2-3 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 3-4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മാങ്ങയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി മാങ്ങയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നന്നായി തിരുമ്മിയതിന് ശേഷം ഞാനിത് വീണ്ടും ഒരു അരിപ്പ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അടിയിലൊരു പാത്രം വെള്ളം ഊറി വരാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ തിരുമ്മി പിഴിഞ്ഞ് വാങ്ങിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ആ ഉരുളിയുടെ ഇതിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് നമ്മൾ അരിപ്പ പാത്രത്തിൽ മാങ്ങ ഇട്ട് വയ്ക്കുക. അടിയിലൊരു പാത്രം കൂടി വെച്ചിട്ട് ഞാനിത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മാങ്ങ അണ്ടിയുടെ പുറത്ത് ഒരുപാട് മാങ്ങയുണ്ട്. അത് നമുക്ക് മുറിച്ചെടുത്ത് നമുക്ക് സാധാരണ അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഒരു 4 കുടം വെളുത്തുള്ളിയിൽ 2 കുടം വെളുത്തുള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2-3 കഷ്ണം വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 കുടം വെളുത്തുള്ളിയും അതിൽ കൂടെ ഈ ഇഞ്ചിയും കൂടി കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5-10 പച്ചമുളക്, 2 പിടി കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നമ്മൾ പേസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് വെക്കുന്നുണ്ട്. ബാക്കി വന്ന വെളുത്തുള്ളി നമുക്ക് വലുതൊക്കെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഒരു 2 കുടം വെളുത്തുള്ളി നമ്മളിതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെക്കേണ്ടത് കായമാണ്. കായ നമുക്ക് പൊടിയാക്കി എടുക്കണം. അപ്പോൾ കായ എങ്ങനെ പൊരിക്കുന്നതെന്ന് മുൻപത്തെ അച്ചാറിടുന്ന വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. എങ്കിലും വീണ്ടും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുകയാണ്. ഇതുപോലെ ഒരു ദോശക്കല്ലോ ചപ്പാത്തിക്കല്ലോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കായ നമ്മൾ നന്നായിട്ട് ചട്ടി ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു
ചട്ടുകം വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ചൂടാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ കായം നല്ല ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു വെള്ള കളറിലോട്ട് മാറി ഇതിങ്ങനെ നന്നായിട്ട് കായം പൊരിഞ്ഞ് കിട്ടും. നമുക്കിങ്ങനെ മുറിച്ച് മാറ്റിയെടുക്കാവുന്ന ആ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് കരിയാതെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കായം ഇതുപോലെ പൊരിച്ചെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ പൊളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് കായം മൊരിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്ന ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാം. ഇപ്പോൾ LGയുടെ കായം ആ ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് നമുക്ക് കായം പൊടിച്ചത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3-4 ടീസ്പൂൺ കടുക്, ഒരു 10-15 വറ്റൽമുളക്, പിന്നെ ഒരു 100 ഗ്രാം ഉലുവ, 100-150 ഗ്രാം ഉലുവ നമുക്ക് ചേർക്കാം. കടുകും അതുപോലെ തന്നെ 3-4 ടീസ്പൂൺ കടുകും ഒരു 10-15 വറ്റൽമുളകും കൂടി ചേർത്ത് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ആ ഉലുവയും കടുകും ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. തണുത്തതിന് ശേഷം അത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ പൊടിക്കാനെടുത്ത അതിൽ കൂടെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി 5-6 ടീസ്പൂൺ നമുക്ക് ചേർക്കാം. ഇത്രയും മാങ്ങയില്ലേ, അപ്പോൾ നമുക്ക് 5-6 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള പൊടി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊടിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച കടുക് പരിപ്പാണിത്. ഇനി നമുക്ക് വലിയൊരു പാത്രം, ഉരുളിയോ വലിയൊരു പാത്രം അടുപ്പിൽ വയ്ക്കാം. ഇനി ഞാനിവിടെ ഒഴിക്കുന്നത് നല്ലെണ്ണയാണ്. എള്ളെണ്ണ എന്ന് നമ്മൾ പറയുന്ന നല്ലെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. എപ്പോഴും അച്ചാറുണ്ടാക്കുന്നത് നല്ലെണ്ണയിലായിരിക്കണം. അപ്പോൾ കേടുവരാതെയൊക്കെ ഒത്തിരി കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അച്ചാറിന് രുചിയും കൂടും നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വാങ്ങി ഉപ്പ് വെള്ളമൊക്കെ അതിൻ്റെ അടിയിൽ ഊറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കളയാം. ഇനി നമുക്ക് ഈ എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ മാങ്ങ നമുക്ക് ഒരേ കയ്യിൽ ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ ആ പച്ച ഭാഗം ഒന്ന് ഇങ്ങനെ പൊളച്ച് വരുമ്പോൾ നമുക്കിത് കോരി എടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ക്രിസ്പിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ക്രിസ്പിയാക്കി എടുക്കാം. ഞാനിപ്പോൾ അത്രയ്ക്കും ക്രിസ്പിയാക്കി എടുക്കുന്നില്ല. മാങ്ങയുടെ ഫ്ലഷിൻ്റെ ഭാഗം ഇങ്ങനെ നന്നായിട്ട് ഒരു വെള്ള പോള പോലെ വീർത്ത് ഇങ്ങനെ വരും. ആ ഒരു സമയമാകുമ്പോൾ ഞാൻ മാങ്ങയെല്ലാം വാങ്ങി വയ്ക്കുകയാണ്. നന്നായിട്ട് എണ്ണ വാറ്റി നമുക്കിതൊരു അരിപ്പ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ മാങ്ങയെല്ലാം നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാങ്ങയുടെ ആ പച്ച ഫ്ലഷ് ഭാഗം നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് അരിപ്പ പാത്രത്തിലോട്ട് നന്നായിട്ട് എണ്ണയൊക്കെ വാറ്റി കോരിയിടാം. അപ്പം എനിക്കിങ്ങനെ അച്ചാറുണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. ഒരുപാട് കരിയിച്ച് മൊരിയിച്ച് നമ്മൾ എടുക്കുമ്പോൾ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഒന്നും കൂടി മൊരിയിച്ച് നമുക്ക് മാങ്ങ എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ മാങ്ങ ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ എല്ലാ മാങ്ങയും നമ്മളൊന്ന് എണ്ണയിൽ വാട്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണയിൽ മാങ്ങ എല്ലാം വാട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ കഷ്ണങ്ങളൊക്കെ ഉടയാണ്ട് ഒലയാണ്ടൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് നമ്മൾ ക്രിസ്പി ആക്കുമ്പോൾ ഒത്തിരിയും കൂടി മാങ്ങയൊക്കെ ചുങ്ങി ഇങ്ങനെ ഒതുങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിലെടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച ആ വെളുത്തുള്ളിയും കൂടി 2 കുടം വെളുത്തുള്ളി ഉണ്ടാകും. നമുക്കതും കൂടി ഒന്ന് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ തന്നെ ഒരു അരിപ്പ കയ്യിൽ എണ്ണയിൽ മുക്കി വെച്ചാൽ മതി. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി അതിൽ കൂടെ തന്നെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് മുരിയൊന്നും വേണ്ട. ഒന്ന് നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ആ വെളുത്തുള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി. കറിവേപ്പിൻ്റെ ഇലയും അത് നമുക്ക് ഈ മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും വലിയൊരു പാത്രം അടുപ്പിൽ വയ്ക്കാം. നമ്മൾ നേരത്തെ മാങ്ങ വറുത്ത് കോരിയ ആ എണ്ണയിൽ തന്നെ കുറച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണ നമുക്ക് വേണ്ട. മാങ്ങയിൽ തന്നെ നമ്മൾ വറുത്ത് കോരിയപ്പോൾ കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണ വേണ്ട. കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ
പേസ്റ്റ് ഉണ്ടാക്കി വെച്ചല്ലോ, പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ആ പേസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു മണം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കടുക് പരിപ്പ്, ഒരു 2-3 ടീസ്പൂൺ കടുക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു 4-5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാറ് നല്ലൊരു കളറും ഒക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് എണ്ണ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മൊരിച്ചെടുത്ത ഈ പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത്. മാങ്ങയിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ആ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കരിയാതെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഈ പൊടികളൊന്നും കൂടി വിനാഗിരിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി നമ്മൾ എണ്ണയിൽ വാട്ടിയെടുത്തത് നമുക്കിതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടിയും കൂടി ചേർത്ത് കുറച്ചും കൂടി വിനാഗിരി നമുക്കിതൊന്ന് ആ തിക്നെസ് മാറി ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി കൂടുതലായിട്ട് എണ്ണ ചേർക്കുന്നില്ല. എണ്ണയുടെ അംശം ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഉണ്ടാവും. മാങ്ങയിൽ നന്നായിട്ട് എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം എണ്ണ ചേർക്കേണ്ടതില്ല. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നല്ലെണ്ണ നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ വിനാഗിരി 1 ഗ്ലാസ് വിനാഗിരിയാണ് ഇതിനകത്തേക്ക് ആകെ ഇപ്പോൾ ചേർത്തത്. 1 ഗ്ലാസ് വിനാഗിരി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മാങ്ങച്ചാറ്. ഇത് എത്ര കാലം ഇരുന്നാലും കേടുവരില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു കഷ്ണം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. പിന്നത്തെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തൊട്ട് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് മാങ്ങച്ചാറ് ഇനി ഉണ്ടാക്കുമ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അധികം നമുക്ക് ഇങ്ങനെ ചാറൊന്നും ഉണ്ടാകില്ല ഇങ്ങനെ നമ്മൾ ചെയ്താൽ. അതുപോലെ തന്നെ ഒത്തിരി നാളിരിക്കുകയും ചെയ്യും, കേടുകൂടാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.